ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹക്കൂട്. നമ്മൾ ഇന്ന് ഓശാന സ്പെഷ്യൽ കൊഴുക്കട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഓശാന സ്പെഷ്യൽ കൊഴുക്കട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 240 ml കപ്പിന് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ 1 കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കണം. ആദ്യം നമുക്ക് നമ്മുടെ കൊഴുക്കട്ട മിക്സ് ചെയ്യാനുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഓയിലിന് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തണുത്ത് കിട്ടണം, എന്നാലേ നമുക്ക് ഇതിലേക്ക് കൈയിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു അല്പസമയം ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മാവ് ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കണ്ടോ എത്ര സോഫ്റ്റ് ആണ്. നമ്മൾ കറക്റ്റ് അളവിലാണ് വെള്ളവും പൊടിയും ഒക്കെ എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണല്ലോ കൊഴുക്കട്ട. സ്റ്റീം ഫുഡ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ഹെൽത്തി ഫുഡാണ്. കണ്ടോ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കൊഴുക്കട്ട തയ്യാറാക്കാനുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് കൊഴുക്കട്ടയുടെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശർക്കര നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങയും ശർക്കരയും ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്ന് തിക്കായി വരണം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും നല്ല ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം.
നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതൊക്കെ ചേർക്കുമ്പോഴേക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതൊരു 5 മിനിറ്റ് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കുമ്പോഴേക്കും ഒന്നും കൂടി തിക്കായി വരും. ഇത് നന്നായിട്ടൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കൊഴുക്കട്ടയുടെ മാവും ഫില്ലിങ്ങും ഇവിടെ റെഡിയാണ്. നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ കയ്യിലേക്ക് തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ചെറുനാരങ്ങ വലിപ്പത്തിൽ ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കണം. അതിനുശേഷം നമ്മുടെ ഉള്ളം കൈയിലേക്ക് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം. ഇതുപോലെ നന്നായിട്ട് പരത്തിയതിനു ശേഷം 1 സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം കണ്ടോ ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി ഇത് എടുത്തു വെക്കുന്ന ആ പ്ലേറ്റിലേക്കും നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം ഫില്ലിങ് നിറച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ബോൾസ് ആക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. സ്റ്റീം ഫുഡൊക്കെ കഴിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും. കണ്ടോ ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കട്ടെ കേട്ടോ. നമ്മുടെ കൊഴുക്കട്ട നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. കൊഴുക്കട്ട സ്റ്റീം ചെയ്തെടുക്കുന്നതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം വരട്ടെ. അതിനുശേഷം നമുക്ക് കൊഴുക്കട്ട വെച്ച് കൊടുക്കാം. നന്നായിട്ട് സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കൊഴുക്കട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും ലോ ഫ്ലെയിമിൽ 15 മിനിറ്റും കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് മാത്രമേ ഹൈ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്യാൻ പാടുള്ളൂ. കാരണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ നമ്മുടെ കൊഴുക്കട്ട പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പം 5 മിനിറ്റ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കണം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറക്കണം. അതിനുശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ടാകും. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ നമ്മുടെ കൊഴുക്കട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.